ഹലോ, ആസ്പെർ കേരളയിൽ 22 ജൂലൈ 24 അപ്ഡേറ്റ് ആയിട്ടുള്ള കുറച്ച് വേക്കൻസീസ് ആണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ആലപ്പുഴ വേക്കൻസീസ് ആണ്. ആലപ്പുഴയിൽ ആലപ്പുഴ ടൗണിൽ ഹെർബൽ ഓയിലിൻ്റെ ഒരു സ്ഥാപനത്തിലേക്ക് ടെലികോളർ വേക്കൻസി ഉണ്ട്. ഫീമെയിൽസിനെയാണ് അവർ നോക്കുന്നത്. ടൈം 9 തൊട്ട് 6 വരെയാണ്. അതുപോലെ സാലറി 10-നും 15-നും ഇടയ്ക്കായിരിക്കും പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. ക്വാളിഫിക്കേഷൻ +2 എബോവ് ആണ് നോക്കുന്നത്. അതുപോലെ ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ വേക്കൻസി ആലപ്പുഴ ടൗണിലെ ഒരു ഷോപ്പിലേക്ക് ഒരു സെയിൽസിലേക്ക് ഫീമെയിൽ സ്റ്റാഫിൻ്റെ വേക്കൻസി ഉണ്ട്. സമയം വരുന്നത് 9 തൊട്ട് 7:30 വരെയാണ്. സാലറി 10-നും 15-നും ഇടയ്ക്ക് പ്രതീക്ഷിക്കാം. ഒരു +2 എബോവ് ഉള്ള കാൻഡിഡേറ്റ്സിന് നോക്കാം. അവർക്ക് ഫ്രഷേഴ്സും എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റും 2 പേരും നോക്കാൻ പറ്റും. മൂന്നാമത് വരുന്ന വേക്കൻസി ആലപ്പുഴയുള്ള ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയിലേക്ക് സ്റ്റുഡൻറ് കൗൺസിലറിൻ്റെ വേക്കൻസി ഉണ്ട്. ഫീമെയിൽസിനെയാണ് നോക്കുന്നത്. 9 തൊട്ട് 6 വരെ ആയിരിക്കും. സാലറി 10-നും 15-നും ഇടയ്ക്കായിരിക്കും പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. ക്വാളിഫിക്കേഷൻ +2 എബോവ് മതി. ഫ്രഷേഴ്സ് ആണെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിലും നോക്കാൻ സാധിക്കും. നെക്സ്റ്റ്, ആലപ്പുഴയുള്ള ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലേക്ക് ഫീമെയിൽ ആയിട്ടുള്ള അക്കൗണ്ടന്റ് വേക്കൻസി ഉണ്ട്. ടൈം വരുന്നത് 9 തൊട്ട് 6 വരെയും. സാലറി 10-നും 15-നും ഇടയ്ക്കാണ് വരുന്നത്. ക്വാളിഫിക്കേഷൻ BCom ആണ്. ഇതിലും ഫ്രഷേഴ്സിന് നോക്കാം, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ നോക്കാം. 2 ടൈപ്പ് നോക്കാം. നാലാമത് വരുന്നത് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് വേക്കൻസിയാണ്. അതൊരു IT കമ്പനിയാണ്. ആലപ്പുഴയുള്ള ഒരു IT കമ്പനിയിലേക്ക് ഫീമെയിൽസിനെയാണ് നോക്കുന്നത്. ടൈം വരുന്നത് 9 തൊട്ട് 6 വരെയാണ്. 18-ന് മുകളിൽ സാലറി വരുന്നുണ്ട്. +2 എബോവ് ഉള്ളയും ഡിഗ്രി ഉള്ള ആൾക്കാരെ നോക്കാം. നല്ല ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനാണ് നോക്കേണ്ടത്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഉള്ള ഫീമെയിൽ സ്റ്റാഫാണ് നിങ്ങൾക്ക് ആലപ്പുഴ നല്ലൊരു അവസരമാണ് അപ്ലൈ ചെയ്യാൻ നോക്കുക. ഇതൊക്കെയാണ് ആലപ്പുഴയിലുള്ള ഫീമെയിൽസിന്റെ വേക്കൻസി. നെക്സ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത് കൊല്ലത്തുള്ള ഫീമെയിൽസിന്റെ വേക്കൻസിയാണ്. 22 ജൂലൈയിൽ കൊല്ലത്തുള്ള ഫീമെയിൽസിന്റെ വേക്കൻസിയാണ്. ഒന്ന് ഷോറൂം സെയിൽസിലേക്കുള്ള വേക്കൻസിയാണ്. കൊട്ടാരക്കരയുള്ളതാണ് സ്ഥാപനമാണ്. 9 തൊട്ട് 6 വരെയാണ് വർക്കിംഗ് ഡേ വരുന്നത്. 10-നും 13-നും ഇടയ്ക്ക് ബേസിക് സാലറി ഉണ്ടാവും, പ്ലസ് ഇൻസെൻറ്റീവും ഉണ്ടാവും. ക്വാളിഫിക്കേഷൻ +2 എബോവ് ഉള്ള കാൻഡിഡേറ്റ് ആണ്. ഫ്രഷർ ആണെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, കൊല്ലം കാരിക്കോടുള്ള ട്രാവൽസിലേക്ക് ഒരു റിസപ്ഷനിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട്. ഫീമെയിൽ സ്റ്റാഫാണ്. 10-നും 10 തൊട്ട് 5:30 വരെയാണ് വർക്കിംഗ് ടൈം വരുന്നത്. സാലറി 10-നും 13-നും ഇടയ്ക്കാണ് സാലറി വരുന്നത്. ക്വാളിഫിക്കേഷൻ +2 എബോവ് ആണ് നോക്കുന്നത്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് കരുനാഗപ്പള്ളിയുള്ള ഒരു സർവീസ് സെന്ററിലേക്ക് റിസപ്ഷനിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട്. ഫീമെയിൽസിനെയാണ്. 9:30 തൊട്ട് 5:30 വരെയാണ് വർക്കിംഗ് ടൈം വരുന്നത്. സാലറി ഒരു 9-നും 10-നും ഇടയ്ക്കാണ് ബേസ് സാലറി വരുന്നത്. ക്വാളിഫിക്കേഷൻ +2 ആണ് എബോവ് ആണ് നോക്കുന്നത്. ഫ്രഷേഴ്സിന് നോക്കാം, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് നോക്കാം. നെക്സ്റ്റ്, കൊല്ലം ടൗണിലെ ഒരു ടെക്സ്റ്റൈൽസിലേക്ക് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന്റെ വേക്കൻസി ഉണ്ട്. ഫീമെയിൽസ് ആണ്. 9:30 തൊട്ട് 6:30 വരെയാണ് വർക്കിംഗ് ടൈം വരുന്നത്. സാലറി 10-നും 12-നും ഇടയ്ക്കാണ് വരുന്നത്. ക്വാളിഫിക്കേഷൻ +2 എബോവ് ആണ്. ഇതിനൊരു സെയിം ഫീൽഡിൽ തന്നെ, ടെക്സ്റ്റൈൽ ഫീൽഡിൽ തന്നെ ഒരു 6 മാസം കൂടുതൽ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. നെക്സ്റ്റ്, കൊല്ലം രണ്ടാംകുറ്റിയിൽ ഒരു കാഷ്യൂ ഫാക്ടറിയിലേക്ക് ഫീമെയിൽ ആയിട്ടുള്ള അഡ്മിൻ വേക്കൻസി ഉണ്ട്. ടൈം വരുന്ന 8 hours ഡ്യൂട്ടി ആയിരിക്കും വരുന്നത്. സാലറി 10-നും 20-നും ഇടയ്ക്കാണ്. ക്വാളിഫിക്കേഷൻ BCom, MCom, BMCA, MBA, MA. ഇത് ഡിഗ്രിക്ക് അബോയുള്ള ആൾക്കാരാണ് നോക്കുന്നത്. എക്സ്പീരിയൻസ്
അഡ്മിൻ ഫീൽഡിൽ തന്നെ ഒരു 1 to 2 years എക്സ്പീരിയൻസ് വേണം. ഓക്കെ, ഇതാണ് കൊല്ലത്തുള്ള ഫീമെയിൽസിൻ്റെ വേക്കൻസീസ് ആണ് ഈ പറഞ്ഞത്. നെക്സ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത് ട്രിവാൻഡ്രത്തുള്ള ഫീമെയിൽ വേക്കൻസിയാണ്. ഓക്കെ, ട്രിവാൻഡ്രത്തുള്ള ഫീമെയിൽ വേക്കൻസി ആണ് പറയാൻ പോകുന്നത്. ഒന്ന്, ട്രിവാൻഡ്രം പട്ടത്തിൽ നമുക്ക് റിലേഷൻ മാനേജറിൻ്റെ വേക്കൻസി ഉണ്ട്. അത് ഫിനാൻസ് സ്ഥാപനമാണ്, ഫീമെയിൽസ് ആണ്. ഓക്കെ, അപ്പം ടൈം 9 തൊട്ട് 6 മണി വരെയാണ്. ഒരു 18 മേളിൽ സാലറി പ്രതീക്ഷിക്കാം. ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ സാധിക്കും. എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് മുൻഗണന. നെക്സ്റ്റ് വരുന്നത് ട്രിവാൻഡ്രം ആറ്റിങ്ങിലുള്ള ഒരു സർവീസ് സെൻറ്ററിലേക്ക് ഓഫീസ് സ്റ്റാഫിൻ്റെ വേക്കൻസി ഉണ്ട്. ഫീമെയിൽ തന്നെയാണ്. 9 തൊട്ട് 6 വരെയാണ് വർക്കിംഗ് ടൈം വരുന്നത്. ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ട്രിവാൻഡ്രം വെള്ളയമ്പലത്തുള്ള ഒരു മീഡിയ ചാനൽ കമ്പനിയാണ്. അവിടത്തേക്ക് ഫീമെയിൽ ആയിട്ടുള്ള ഓഫീസ് സ്റ്റാഫിന് വേക്കൻസി ഉണ്ട്. സമയം വരുന്നത് 10 മണി തൊട്ട് 5 മണി വരെയാണ്. സാലറി ഇൻ്റർവ്യൂവിന് ശേഷമായിരിക്കും അവർ പറയുന്നത്. ക്വാളിഫിക്കേഷൻ ഒരു ഡിഗ്രിയാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. എക്സ്പീരിയൻസ് ഫ്രഷേഴ്സ് ആണെങ്കിലും നോക്കാം. പിന്നെ വരുന്നത് ട്രിവാൻഡ്രം കണിയാപുരത്ത് ടെക്സ്റ്റൈൽസിലേക്ക് ഫീമെയിൽ ആയിട്ടുള്ള അക്കൗണ്ടന്റ് വേക്കൻസി ഉണ്ട്. സമയം 9 തൊട്ട് 9 വരെയാണ്. താമസ സൗകര്യമുണ്ട്. ഫുഡും അക്കോമഡേഷനും അവിടെ അവൈലബിൾ ആണ്. ഒരു BCom ടാലി ആയിട്ടുള്ള കാൻഡിഡേറ്റിനെയാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. സാലറി ഒരു 16-നും 22-നും ഇടയ്ക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ട്രിവാൻഡ്രം ചക്കൈ എന്ന സ്ഥലത്തിലേക്ക് ഒരു ബിൽഡേഴ്സ് കമ്പനിയിലേക്ക് ഫീമെയിൽ ആയിട്ടുള്ള റിസപ്ഷനിസ്റ്റിൻ്റെ വേക്കൻസി ഉണ്ട്. 9 തൊട്ട് 5:30 വരെയാണ് വർക്കിംഗ് ടൈം വരുന്നത്. സാലറി 12-നും 15-നും ഇടയ്ക്ക് പ്രതീക്ഷിക്കാം. ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. ഓക്കെ, ഇതിനകത്ത് ഫ്രഷേഴ്സും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ 2 ടൈപ്പ് ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ട്രിവാൻഡ്രം വരുന്ന ഫീമെയിൽ വേക്കൻസി. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത് കോട്ടയത്തുള്ള ഫീമെയിൽ വേക്കൻസീസ് ആണ്. അതായത് കോട്ടയത്തുള്ള ഫീമെയിൽ വേക്കൻസി. ഓക്കെ, നമുക്ക് കോട്ടയം നാഗമ്പടം ജംഗ്ഷനിൽ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലേക്ക് ഫീമെയിൽ ആയിട്ടുള്ള ഓഫീസ് സ്റ്റാഫ് കം ടെലികോളറിന് വേക്കൻസി ഉണ്ട്. 9:30 തൊട്ട് 5:30 വരെയാണ് വർക്കിംഗ് ഡേ വരുന്നത്. 9,000 രൂപ ബേസ് സാലറി പ്ലസ് ഇൻസെൻറ്റീവും വരുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ +2 എബോവ് ആവശ്യമാണ്. അതുപോലെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കും 2 പേർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. നമുക്ക് കോട്ടയം പാസ്പോർട്ട് ഓഫീസിൻ്റെ അടുത്തായിട്ട് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലേക്ക് ഓഫീസ് സ്റ്റാഫ് കം ടെലികോളർ വേക്കൻസി ഉണ്ട്. ഫീമെയിൽസിനെയാണ് നോക്കുന്നത്. 9 തൊട്ട് 6 വരെയാണ് ടൈം വരുന്നത്. സാലറി 10-ന് മുകളിൽ പ്രതീക്ഷിക്കാം. ക്വാളിഫിക്കേഷൻ +2 എബോവ് ആണ്. ഇതും ഫ്രഷേഴ്സിന് എക്സ്പീരിയൻസ് ആൾ 2 പേർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് കോട്ടയം KSRTC സ്റ്റാൻഡിന് അടുത്ത് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലേക്ക് ഫീമെയിൽ ആയിട്ടുള്ള ഓഫീസ് സ്റ്റാഫിൻ്റെ വേക്കൻസി ഉണ്ട്. ടൈം വരുന്ന 9:30 തൊട്ട് 5:30 വരെയാണ്. സാലറി 10-നും 10,000-നും മുകളിൽ പ്രതീക്ഷിക്കുക. ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് ചോദിക്കുന്നത്. എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് വരുന്നത് കോട്ടയത്തിൽ ഒരു ഫിനാൻസ് സ്ഥാപനത്തിലേക്ക് ഫീമെയിൽ ആയിട്ടുള്ള ഒരു അക്കൗണ്ടന്റ് വേക്കൻസിയാണ്. വർക്കിംഗ് ടൈം 9:30 തൊട്ട് 5:30 വരെയാണ്. സാലറി 10-ന് മുകളിൽ പ്രതീക്ഷിക്കാം. എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് കോട്ടയം കോടിമതയിലുള്ള ഒരു ഷോറൂമിലേക്ക് ടെലികോളിങ്ങിലേക്ക് ഫീമെയിൽ സ്റ്റാഫിന് വേക്കൻസി ഉണ്ട്. ടൈം വരുന്ന 9 തൊട്ട് 6 വരെയാണ്. സാലറി 10-നും 15-നും ഇടയ്ക്ക് പ്രതീക്ഷിക്കാം. ക്വാളിഫിക്കേഷൻ +2 വേണം. ഫ്രഷേഴ്സ് ആയാലും മതി. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വെച്ചാൽ കോട്ടയം നാട്ടകം ജംഗ്ഷനിൽ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലേക്ക് അക്കൗണ്ടന്റ് വേക്കൻസി ഉണ്ട്. ഇത് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും കുഴപ്പമില്ല. 2 പേർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. വർക്കിംഗ് ടൈം 9 തൊട്ട് 6 വരെയാണ്.
സാലറി 15-നും 20-നും ഇടയ്ക്കാണ്. ബികോം ടാലിയാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. നമുക്ക് കായംകുളത്ത് കായംകുളത്ത് ഫീമെയിൽ വേക്കൻസിയാണ് വരുന്നത്. ചെങ്ങന്നൂരുള്ള ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തിലേക്ക് ഓഫീസ് സ്റ്റാഫ് കം ടെലികോളർ വേക്കൻസി ഉണ്ട്, ഫീമെയിൽ വേക്കൻസി ഉണ്ട്. ഡിഗ്രി അല്ലെ +2 മതി. 9:30 തൊട്ട് 5:30 വരെയാണ് ടൈം വരുന്നത്. സാലറി 10-നും 12-നും ഇടയ്ക്ക് പ്രതീക്ഷിക്കാം. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് മാവേലിക്കരയുള്ള ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലേക്ക് ഓഫീസ് സ്റ്റാഫിൻ്റെ വേക്കൻസി ഉണ്ട്. ഫീമെയിൽസിൻ്റെ +2 എബോവ് ഉള്ളവരാണ് നോക്കുന്നത്. 9 തൊട്ട് 5:30 വരെയാണ്. സാലറി 8-നും 12-നും ഇടയ്ക്ക് പ്രതീക്ഷിക്കാം. ഇതിലും ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്നത് ഹരിപ്പാടുള്ള ഒരു മാനേജീരിയൽ സൊല്യൂഷൻ, അതായത് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലേക്ക് അക്കൗണ്ടന്റ് വേക്കൻസി ഉണ്ട്. മെയിലിനും ഫീമെയിലിനും അപ്ലൈ ചെയ്യാൻ പറ്റിയ വേക്കൻസിയാണ്. ബികോം ടാലിയാണ് കമ്പനിക്കാർ എക്സ്പെക്ട് ചെയ്യുന്നത്. വർക്കിംഗ് ടൈം വരുന്നത് 18 തൊട്ട് 9 വരെ ആയിരിക്കും. കുറച്ച് കൂടുതൽ ഇപ്പം ബോയ്സിന് നോക്കാൻ പറ്റുന്ന വേക്കൻസിയാണ്. സാലറി 15-നും 20-നും ഇടയ്ക്ക് പ്രതീക്ഷിക്കാം. എക്സ്പീരിയൻസ് ഏതാണെങ്കിലും കുഴപ്പമില്ല, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി കായംകുളത്തുള്ള മെയിൽ സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ്. ഒരു ഹോം അപ്ലയൻസിലേക്ക് അക്കൗണ്ടന്റ് വേക്കൻസി ഉണ്ട്. ബികോം ആണ്. 9 തൊട്ട് 9 വരെയാണ്. സാലറി 40,000-ന് മുകളിൽ വരുന്നുണ്ട്. എക്സ്പീരിയൻസ് ഉള്ള അക്കൗണ്ടന്റ് ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഉണ്ട് അപ്ലൈ ചെയ്യാം. നമുക്ക് മാവേലിക്കരയിൽ ഒരു ഫിനാൻസ് സ്ഥാപനത്തിലേക്ക് ടെലികോളർ ഫീമെയിൽ വേക്കൻസി വരുന്നുണ്ട്. ഡിഗ്രിക്കാരെയാണ് നോക്കുന്നത്. 9:30 തൊട്ട് 6 വരെയാണ് ടൈം വരുന്നത്. 14,000 രൂപയാണ് ബേസ് സാലറി പ്ലസ് ഇൻസെൻറ്റീവ് വരുന്നത്. പിന്നെ നമുക്ക് ട്രിവാൻഡ്രത്തെ ബോയ്സിന് 2 വേക്കൻസിയും കൂടെ ഉണ്ട്. ഒന്ന് ബില്ലിങ്ങിലേക്ക് വേക്കൻസിയാണ്. സൂപ്പർ മാർക്കറ്റിലേക്ക് ബില്ലിംഗ് വേക്കൻസിയാണ്. പൂജപ്പുര ട്രിവാൻഡ്രത്താണ് വേക്കൻസി ഉള്ളത്. 9 തൊട്ട് 8 വരെയാണ് വേക്കൻസി. സാലറി 13-നും 15-നും ഇടയ്ക്ക് ബേസ് സാലറി പ്രതീക്ഷിക്കാം. ക്വാളിഫിക്കേഷൻ +2 മതി. അതുപോലെ ഒരു ട്രിവാൻഡ്രം ചാലയിലുള്ള സ്റ്റോറിലേക്ക് സെയിൽസ് സ്റ്റാഫിന് വേക്കൻസി ഉണ്ട് മെയിൽസിൻ്റെ. സാലറി 15-നും 18-നും ഇടയ്ക്കാണ് ബേസ് സാലറി വരുന്നത്. ക്വാളിഫിക്കേഷൻ +2 ആണ്. ട്രിവാൻഡ്രം കല്ലമ്പലത്തുള്ള ഒരു ജൂവലറിയിലേക്ക് അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് വേക്കൻസി അവൈലബിൾ ആണ്. 9 തൊട്ട് 6 വരെയാണ് ടൈം വരുന്നത്. സാലറി 12-നും 15-നും ഇടയ്ക്കായിരിക്കും. ബികോം ടാലിയാണ് അവർ നോക്കുന്നത്. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ. നെക്സ്റ്റ് വെച്ചാൽ ട്രിവാൻഡ്രം ലുലു മാളിലേക്ക് മെയിൽ സ്റ്റാഫായിട്ടുള്ള സർവീസ് അസോസിയേറ്റിലേക്ക് വേക്കൻസി ഉണ്ട്. ഷിഫ്റ്റ് ബേസ് ആയിരിക്കും ടൈം വരുന്നത്, 8 hours. സാലറി നമുക്ക് 22,000 പ്ലസ് പ്രതീക്ഷിക്കാം. ക്വാളിഫിക്കേഷൻ +2 മതി. നമുക്ക് ഫ്രഷേഴ്സ് ആണെങ്കിലും എക്സ്പീരിയൻസ് ആണെങ്കിലും ഈ പറഞ്ഞ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ട്രിവാൻഡ്രം ആറ്റിങ്ങലിൽ ഒരു ഡിജിറ്റൽ സ്റ്റോറിലേക്ക് മെയിലായിട്ടുള്ള സ്റ്റോർ മാനേജറിന്റെ വേക്കൻസി ഉണ്ട്. ടൈം 9:30 തൊട്ട് 5:30 വരെയാണ്. സാലറി 25,000 മുതൽ 30,000 വരെ പ്രതീക്ഷിക്കാം. ഡിഗ്രി എബോവ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. മിനിമം സ്റ്റോർ മാനേജറായിട്ട് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന കൊല്ലത്തുള്ള മെയിൽ വേക്കൻസിയാണ്. കൊല്ലം ഭാഗത്ത് അപ്ഡേറ്റ് ആയിട്ടുള്ള മെയിൽ വേക്കൻസി. ഒന്ന് പറയുന്നത് കൊല്ലം ആനയടിയിൽ ഒരു ഷോപ്പിലേക്ക് ഡ്രൈവറിന്റെ വേക്കൻസി ഉണ്ട്. 9 തൊട്ട് 7 വരെയാണ് സമയം വരുന്നത്. സാലറി 15-ന് മുകളിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കൊല്ലം അഞ്ചാലം മൂടിലെ സൂപ്പർ മാർക്കറ്റിലേക്ക് ഒരു ബില്ലിംഗ് മെയിൽ സ്റ്റാഫിന് വേക്കൻസി ഉണ്ട്. സമയം 11 മുതൽ 9 വരെ നിൽക്കണം. താമസ സൗകര്യമുണ്ട്. സാലറി 12-നും 15-നും ഇടയ്ക്ക് പ്രതീക്ഷിക്കാം. അപ്പം +2 കഴിഞ്ഞ് ടാലി ഉള്ള 1 year എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കായിരിക്കും ഇതിൽ ജോബ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. കൊല്ലം കേരളപുരത്തുള്ള
ഒരു ടയർ കമ്പനിയിലേക്ക് മെയിൽസ് ആയിട്ടുള്ള ഓഫീസ് ഇൻചാർജിൻ്റെ വേക്കൻസി അവൈലബിൾ ആണ്. 9:30 തൊട്ട് 7 മണി വരെയാണ് ടൈം വരുന്നത്. സാലറി 10-നും 15-നും ഇടയ്ക്ക് പ്രതീക്ഷിക്കാം. ക്വാളിഫിക്കേഷൻ +2 എബോവ് ആയിരിക്കണം. പിന്നെ കൊല്ലം ഭരണിക്കാവുള്ള ഒരു സ്റ്റോറിലേക്ക് ഇൻസൈഡ് സെയിൽസിലേക്ക് ഒരു വേക്കൻസി ഉണ്ട്. 10 മണി തൊട്ട് 7 മണി വരെയാണ് വരുന്നത്. 3 വർഷം മിനിമം സെയിൽസ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 18-ന് മുകളിൽ സാലറി പ്ലസ് ഇൻസെൻറ്റീവ് നമുക്ക് കൊടുക്കാം. പള്ളിമുക്കുള്ള ഒരു ഫർണിച്ചർ ഷോറൂമിലേക്ക് അക്കൗണ്ടന്റ് ആയിട്ടുള്ള മെയിൽ സ്റ്റാഫിന് വേക്കൻസി ഉണ്ട്. ടൈം വരുന്നത് 9 തൊട്ട് 9 വരെയാണ്. 15 രൂപ സാലറി ഉണ്ട്. ബികോം ടാലിയാണ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. നെക്സ്റ്റ് നമ്മൾ പത്തനംതിട്ട ഭാഗത്ത് 22 ജൂലൈ അപ്ഡേറ്റ് ആയിട്ടുള്ള വേക്കൻസീസ് ആണ്. അത് മെയിലും ഫീമെയിലിനും കൂടെ മിക്സ്ഡ് ആയിട്ടാണ്. ഒന്ന്, പത്തനംതിട്ട ഭാഗത്തൊരു ഷോറൂമിലേക്ക് ഫീമെയിൽ അക്കൗണ്ടന്റ് വേക്കൻസി ഉണ്ട്. ടൈം 9 തൊട്ട് 5:30 വരെയാണ്. 10-നും 15-നും ഇടയ്ക്ക് സാലറി പ്രതീക്ഷിക്കാം. ബികോം ടാലി കഴിഞ്ഞ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് തിരുവല്ല ഭാഗത്തിലേക്ക് ഒരു ഹോട്ടലിലേക്ക് ബില്ലിംഗ് സ്റ്റാഫിന് വേക്കൻസി ഉണ്ട്. മെയിൽ സ്റ്റാഫിനെയാണ് നോക്കുന്നത്. ടൈം നമുക്ക് ഷിഫ്റ്റ് ബേസ് ആയിട്ട് അവർ പറയുന്നത്. സാലറി മിനിമം ബേസ് സാലറി 10-ന് മുകളിൽ പ്രതീക്ഷിക്കാം. ക്വാളിഫിക്കേഷൻ ഡിഗ്രി പ്ലസ് കമ്പ്യൂട്ടർ നോളജ് വേണം. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് നമുക്കൊരു തിരുവല്ലയിലേക്ക് അക്കാഡമി ഒരു ഫീമെയിൽ ടെലികോളറിന്റെ വേക്കൻസി ഉണ്ട്. 9 തൊട്ട് 5 വരെ ആയിരിക്കും വർക്കിംഗ് ടൈം. 9,000 മുതൽ 10,000 ആയിരിക്കും ബേസ് സാലറി പ്ലസ് ഇൻസെന്റീവ് ആയിട്ടുള്ള വർക്കായിരിക്കും. ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് വരുന്ന കോന്നിയിലേക്ക് ഒരു ഷോപ്പിലേക്ക് മെയിലായിട്ടുള്ള സെയിൽസ് സ്റ്റാഫിന്റെ വേക്കൻസി ഉണ്ട്. 9:30 തൊട്ട് 7:30 വരെയാണ് വർക്കിംഗ് ടൈം വരുന്നത്. 11-ന് മേളിൽ സാലറി പ്രതീക്ഷിക്കാം. ക്വാളിഫിക്കേഷൻ മാറ്റർ അല്ല, എക്സ്പീരിയൻസ് മാറ്റർ അല്ല, ആർക്കും വേണമെങ്കിൽ അപ്ലൈ ചെയ്യും. നെക്സ്റ്റ് വരുന്ന തിരുവല്ലയിലേക്ക് ഒരു ഫിനാൻസ് സ്ഥാപനത്തിലേക്ക് ഫീമെയിൽ ആയിട്ടുള്ള CRE കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് വേക്കൻസി ഉണ്ട്. 9:30 തൊട്ട് 5:30 വരെയാണ് ടൈം വരുന്നത്. 12-നും 18-നും ഇടയ്ക്കാണ് സാലറി. ഡിഗ്രി മിനിമം വേണം. 22 ജൂലൈയിൽ മലപ്പുറത്ത് അപ്ഡേറ്റ് ആയിട്ടുള്ള മെയിലും ഫീമെയിലിന്റെയും വേക്കൻസീസ് ആണ്. നമുക്ക് പെരിന്തൽമണ്ണ ഒരു ഷോപ്പിലേക്ക് ഫീമെയിൽ ടെലികോളറിന്റെ വേക്കൻസി ഉണ്ട്. 9 തൊട്ട് 6 വരെ ആയിരിക്കും വർക്കിംഗ് ടൈം വരുന്നത്. സാലറി 8,000 പ്ലസ് ആയിരിക്കും. അത് ഫ്രഷേഴ്സ് ആണെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ആണെങ്കിലും 8,000 പ്ലസ് ആയിരിക്കും. പ്ലസ് ഇൻസെന്റീവ് ആയിരിക്കും വരുന്നത്. പിന്നെ വരുന്നത് കാലിക്കറ്റ് ടൗണിലേക്ക് ഒരു ഷോപ്പിലേക്ക് ടെലികോളർ വേക്കൻസി ഉണ്ട്. ഫീമെയിൽ ആണ്. 9 തൊട്ട് 6 വരെയാണ് ടൈം വരുന്നത്. സാലറി 8,000-ന് മുകളിലാണ്. +2 എബോവ് ഉള്ള ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഒരു ഫിനാൻസ് സ്ഥാപനത്തിലേക്ക് മെയിൽ സ്റ്റാഫിന്റെ വേക്കൻസി ഉണ്ട്. കളക്ഷൻ എക്സിക്യൂട്ടീവ് ആയിട്ടാണ്. ടൈം വരുന്നത് 6 മണി തൊട്ട് രാവിലെ 6 തൊട്ട് വൈകുന്നേരം 4 വരെ ആയിരിക്കും. 10,000-ന് മുകളിൽ സാലറി വരുന്നുണ്ട്. പ്ലസ് ഹ്യൂജ് ആയിട്ടുള്ള ഇൻസെന്റീവ് ആണ് വരുന്നത്. ക്വാളിഫിക്കേഷൻ +2 അല്ലെങ്കിൽ ഡിഗ്രി ആവശ്യമുണ്ട്. പിന്നെ വരുന്ന കാലിക്കറ്റിലെ ഒരു ഫിനാൻസ് സ്ഥാപനത്തിലേക്ക് ഫീമെയിൽ ആയിട്ടുള്ള കളക്ഷൻ എക്സിക്യൂട്ടീവ് വേക്കൻസി ഉണ്ട്. ടൈം വരുന്നത് 6 മണി തൊട്ട് 4 മണി വരെയാണ്. സാലറി 16,000-ന് മുകളിൽ വരുന്നുണ്ട്. +2 എബോവ് ആയിട്ടുള്ള ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അക്കോമഡേഷൻ ഉണ്ട്. മലപ്പുറത്തുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് സെയിൽസ് മെയിൽ സ്റ്റാഫിന്റെ വേക്കൻസി ഉണ്ട്. 9 മണിക്കൂർ ആയിരിക്കും ടൈം വരുന്നത്. 13,000 സാലറി. ക്വാളിഫിക്കേഷൻ +2 എബോവ് ആണ്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അക്കോമഡേഷൻ വരുന്നില്ല കേട്ടോ. നമുക്ക് കാലിക്കറ്റ് മീൻചന്തയുടെ ഭാഗത്ത് ഷോറൂമിലേക്ക് മാർക്കറ്റിംഗ് ട്രെയിനിങ് വേക്കൻസി ഉണ്ട്. ഫീൽഡ് ആയിരിക്കും. 9 തൊട്ട് 6 വരെയാണ് ടൈം വരുന്നത്.
10 മേളിൽ സാലറി ഉണ്ട്. +2 എബോ ആയിട്ടുള്ള ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് മലപ്പുറം മാഞ്ചേരി ഭാഗത്ത് ഒരു ഷോപ്പിലേക്ക് മെയിൽ സ്റ്റാഫ് ആയിട്ടുള്ള അക്കൗണ്ടന്റ് വേക്കൻസി ഉണ്ട്. 9:30 തൊട്ട് 5:30 വരെയാണ് ടൈം വരുന്നത്. 8,000 മുതൽ 15,000 വരെ സാലറി വരുന്നുണ്ട്. ബികോം കഴിഞ്ഞവരെയാണ് നോക്കുന്നത്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് നിലമ്പൂർ ഭാഗത്തിലെ ഷോപ്പിലേക്ക് മെയിൽ ആയിട്ടുള്ള അക്കൗണ്ടന്റ് വേക്കൻസി ഉണ്ട്. 9:30 തൊട്ട് 6 മണിയാണ് ടൈം. 12 മുതൽ 15 വരെ ആയിരിക്കും സാലറി. ക്വാളിഫിക്കേഷൻ ബികോം എബോയുള്ള ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് തൃശ്ശൂർ ഭാഗത്ത് 22 ജൂലൈ അപ്ഡേറ്റ് ആയിട്ടുള്ള വേക്കൻസികളാണ്, മെയിലും ഫീമെയിലിൻ്റെയും. നമുക്ക് കുര്യഞ്ചേരിയിലെ ഒരു ഗ്ലാസ് ഹൗസ് പ്രൈവറ്റ് സ്ഥാപനത്തിലേക്ക് മെയിൽ സെയിൽസ് സ്റ്റാഫിൻ്റെ വേക്കൻസി ഉണ്ട്. 9 തൊട്ട് 8 വരെയാണ് ടൈം വരുന്നത്. 15 മുകളിൽ സാലറിയും പ്ലസ് ESIയും PFും അവൈലബിൾ ആണ്. ക്വാളിഫിക്കേഷൻ +2 എബോ ആണ് വരുന്നത്. പ്ലസ് കമ്പ്യൂട്ടർ നോളജ് വേണം. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് കുര്യഞ്ചിറ ഭാഗത്ത് ഒരു ഗ്ലാസ് ഹൗസിലേക്ക് തന്നെ അവിടത്തേക്ക് തന്നെ ഒരു സ്റ്റോർ കീപ്പർ അല്ലെങ്കിൽ ഇൻവെന്ററി സ്റ്റാഫിന് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും കുഴപ്പമില്ല. ഫീമെയിൽ ആണ് 9 തൊട്ട് 7 വരെയും മെയിൽ ആണെങ്കിൽ 9 തൊട്ട് 8 വരെയും വർക്കിംഗ് ടൈം വരുന്നുണ്ട്. സാലറി 15 മുകളിൽ പ്രതീക്ഷിക്കാം. ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് വരുന്ന കളക്ഷൻ എക്സിക്യൂട്ടീവ് വേക്കൻസി ആണ്. അത് ഫിനാൻസ് സ്ഥാപനത്തിലേക്ക്. സ്ഥലം വരുന്നത് വാടാനപ്പള്ളി. മെയിലിനും ഫീമെയിലിനും അപ്ലൈ ചെയ്യാം. വർക്കിംഗ് ടൈം 9 തൊട്ട് 6 വരെയാണ്. സാലറി 12 മുകളിൽ പ്രതീക്ഷിക്കാം. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ചാലക്കുടി സിറ്റി സെന്ററിന്റെ ഭാഗത്ത് ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തിലേക്ക് ഫീമെയിൽ ആയിട്ടുള്ള ഓഫീസ് സ്റ്റാഫ് കം ടെലികോളർ വേക്കൻസി ഉണ്ട്. വർക്കിംഗ് ടൈം 9:30 തൊട്ട് 5:30 വരെയും സാലറി 10 മുകളിലാണ് വരുന്നത്. ക്വാളിഫിക്കേഷൻ +2 എബോ ആണ്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. എഡ്യൂക്കേഷൻ സ്ഥാപനത്തിലേക്ക് ഫീമെയിൽ ടെലികോളർ വേക്കൻസി ഉണ്ട്. 9 തൊട്ട് 9:30 മുതൽ 5 മണി വരെയാണ്. 10,000 മുകളിൽ സാലറി പ്രതീക്ഷിക്കാം. ക്വാളിഫിക്കേഷൻ +2 എബോ ആണ്. പ്ലസ് കമ്പ്യൂട്ടർ നോളജും വേണം. എക്സ്പീരിയൻസ് 6 മന്ത് എബോ ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് തൃശ്ശൂർ വാടാനപ്പള്ളിയുള്ള ഒരു ഫിനാൻസ് സ്ഥാപനത്തിലേക്ക് മെയിൽ ഫീമെയിൽ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഓപ്പറേഷൻ എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി ഉണ്ട്. 9 തൊട്ട് 6 വരെയാണ് വർക്കിംഗ് ഡേ വരുന്നത്. 10 മുതൽ 15 വരെ സാലറി പ്രതീക്ഷിക്കാം. ബികോം കമ്പ്യൂട്ടർ നോളജ് ഉള്ള 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ ഒല്ലൂർ ഭാഗത്ത് ഓട്ടോമൊബൈൽ ഷോറൂമിലേക്ക് HR എക്സിക്യൂട്ടീവ് വേക്കൻസി ഉണ്ട്. 9 തൊട്ട് 6 വരെയാണ് വർക്കിംഗ് ടൈം വരുന്നത്. സാലറി 25,000 മുതൽ 30,000 വരെയാണ്. MBA HR പഠിച്ച് 3 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് പുത്തൻപള്ളി തൃശ്ശൂർ ടൗണിൽ ഒരു ഫിനാൻസ് സ്ഥാപനത്തിലേക്ക് ഓഫീസ് അസിസ്റ്റന്റ് വേക്കൻസി ഉണ്ട്. ഫീമെയിൽസിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. 9:45 മുതൽ 5:15 വരെയാണ്. 8,000 മുതൽ 12,000 വരെ സാലറി ഉണ്ട്. +2 എബോ ഉള്ള ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. മാരീഡ് ആയിട്ടുള്ളവരെയാണ് അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് അപ്ഡേറ്റ് ആയിട്ടുള്ള 22 ജൂലൈയിൽ എറണാകുളം ഭാഗത്ത് അപ്ഡേറ്റ് ആയിട്ടുള്ള വേക്കൻസീസ് ആണ്. മെയിലും ഫീമെയിലിന്റെ വേക്കൻസീസ് ആണ്. ഒന്ന് എറണാകുളത്തെ ഒരു പ്രൈവറ്റ് കമ്പനിയിലേക്ക് ക്ലീനിങ് സ്റ്റാഫിന്റെ വേക്കൻസി ഉണ്ട്. മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും അപ്ലൈ ചെയ്യാം. ടൈം വരുന്ന 9 തൊട്ട് 5 വരെയും. സാലറി 15-നും 20-നും ഇടയ്ക്ക് പ്രതീക്ഷിക്കാം. ക്വാളിഫിക്കേഷൻ ഒന്നും മാറ്റർ അല്ല, എക്സ്പീരിയൻസ് മാറ്റർ അല്ല, അക്കോമഡേഷൻ വരുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വരുന്നത് എറണാകുളത്ത് ഒരു ഷോപ്പിംഗ് മാളിലേക്ക് സെക്യൂരിറ്റി ഗാർഡ് മെയിൽ സ്റ്റാഫ്
10 മണിക്കൂറാണ് ഡ്യൂട്ടി വരുന്നത്. 10, 12, 8 ഈ പല ഹവേഴ്സിൽ നമുക്ക് എടുക്കാൻ പറ്റും. 15 മുതൽ 25 വരെ സാലറി പ്രതീക്ഷിക്കാം. SLC എബോവ് ആയിട്ടുള്ള ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ള ആർക്കും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. എറണാകുളം MG റോഡ്, തൃപ്പൂണിത്തുറ, പനമ്പള്ളി നഗർ, കലൂര് ഇത്രയും ഭാഗത്തിലേക്ക് നമുക്ക് സൂപ്പർ മാർക്കറ്റ്, ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കും സെയിൽസിൻ്റെ വേക്കൻസി ഉണ്ട്. അതായത് കലൂര്, പനമ്പള്ളി നഗർ, തൃപ്പൂണിത്തുറ, MG റോഡ് ഇത്രയും സ്ഥലത്ത് സൂപ്പർ മാർക്കറ്റിലേക്കും ടെക്സ്റ്റൈൽസിലേക്കും ഷോപ്പിലേക്കും സെയിൽസ് സ്റ്റാഫിന് വേക്കൻസി ഉണ്ട്. മെയിലിനും ഫീമെയിലിനും ഉണ്ട്. വർക്കിൻ്റെ 9 തൊട്ട് 8 വരെയാണ്. സാലറി 10-നും 18 ഇടയ്ക്ക് പ്രതീക്ഷിക്കാം. ക്വാളിഫിക്കേഷൻ SLC +2 ആണ്. എക്സ്പീരിയൻസ് ഏതായാലും കുഴപ്പമില്ല. അക്കോമഡേഷൻ വരുന്നുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് വൈറ്റിലയും കാക്കനാട് നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഓഫീസ് സ്റ്റാഫിൻ്റെ ഫീമെയിൽ സ്റ്റാഫിന് വേക്കൻസി ഉണ്ട്. 9 തൊട്ട് 5:30 വരെ ആണ് വർക്കിംഗ് ടൈം വരുന്നത്. 12 മുതൽ 15 വരെ ബേസ് സാലറി പ്ലസ് ഇൻസെൻറ്റീവ് കിട്ടുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ +2 ഡിഗ്രി കമ്പ്യൂട്ടർ നോളജ് ആണ് ചോദിക്കുന്നത്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. നമുക്ക് എറണാകുളം, വൈറ്റില, കലൂര്, കാക്കനാട് ഭാഗത്ത് സീനിയർ അക്കൗണ്ടന്റിന്റെ വേക്കൻസി ഉണ്ട്. ഒരു പ്രൈവറ്റ് കമ്പനിയിലേക്ക് ടെക്സ്റ്റൈൽസ് ആണ്. ടെക്സ്റ്റൈൽസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വേക്കൻസി വരുന്നുണ്ട്. മെയിലിനും ഫീമെയിലിനും അപ്ലൈ ചെയ്യാം. 9 തൊട്ട് 5:30 വരെയാണ് വരുന്നത് വർക്കിംഗ് ടൈം വരുന്നത്. 25,000 മുതൽ 30,000 വരെ സാലറി ഉണ്ട്. BCom, MCom, ടാലി 5 മുതൽ 8 വർഷം വരെ അക്കൗണ്ടന്റ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ഈ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ വരുന്ന നമുക്ക് ആലുവ, വൈറ്റില, മൂവാറ്റുപുഴ, തൃപ്പൂണിത്തുറ, എറണാകുളം ഇത്രയും സ്ഥലങ്ങളിൽ ഒരു ഫിനാൻസിലേക്ക് നമുക്ക് ബ്രാഞ്ച് എക്സിക്യൂട്ടീവ് വേക്കൻസി ഉണ്ട്. മെയിലിനും ഫീമെയിലിനും അപ്ലൈ ചെയ്യാം. 13 മുതൽ 18 വരെയാണ് സാലറി വരുന്നത്. ഡിഗ്രി പഠിച്ചിട്ടുള്ള ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. എറണാകുളം കുണ്ടന്നൂർ ഭാഗത്ത് ഒരു ഷോറൂമിലേക്ക് മെയിലായിട്ടുള്ള HR എക്സിക്യൂട്ടീവ് വേക്കൻസി ഉണ്ട്. ഷോറൂം ടൈമാണ് 9 തൊട്ട് 6 വരെ. 12-നും 17-നും ഇടയ്ക്ക് സാലറി ഉണ്ട്. MBA കഴിഞ്ഞ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് എടപ്പള്ളി, കലൂര്, MG റോഡ് ഇവിടുത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് വേക്കൻസി ഉണ്ട്. മെയിലിനും ഫീമെയിലിനും അപ്ലൈ ചെയ്യാം. 9 തൊട്ട് 5:30 വരെയാണ് ടൈം. സാലറി 15-നും 20-നും ഇടയ്ക്ക് കിട്ടും. ക്വാളിഫിക്കേഷൻ ഡിഗ്രി എബോവ് ആണ് നോക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നത് പെരുമ്പാവൂർ, കലൂര്, കടവന്തറ, വൈറ്റില, കാക്കനാട് ഭാഗത്ത് മാട്രിമോണിയിലേക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും ടെലികോളർ വേക്കൻസി ഉണ്ട്. ഫീമെയിൽ ആയിട്ടുള്ള ടെലികോളർ വേക്കൻസി ഉണ്ട്. 9:30 മണി മുതൽ 5:30 വരെ ആയിരിക്കും ടൈം വരുന്നത്. സാലറി 10-നും 15-നും ഇടയ്ക്ക് ബേസ് സാലറി പ്ലസ് ഇൻസെൻറ്റീവ് കിട്ടും. ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഒരു SLC +2 എബോവ് മതി. എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം. നമുക്ക് വൈറ്റില, കടവന്തറ ഭാഗത്തിലേക്ക് ഓഫീസ് സ്റ്റാഫ് കം ടെലികോളിങ്ങിലേക്ക് ബോയ്സിന്റെ വേക്കൻസി ഉണ്ട്. വർക്കിംഗ് ടൈം 9 തൊട്ട് 6 വരെയാണ്. 10-നും 15-നും ഇടയ്ക്ക് സാലറി പ്രതീക്ഷിക്കാം. +2 എബോവ് ആയിട്ടുള്ള ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം.